രാജ്യത്തെ നടുക്കിയ മഹാദുരന്തത്തിൽ മരണം 41 കടക്കെ തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ്ക്കിനി കരൂരിലേക്ക് പ്രവേശനമില്ല. ഇന്നലെ രാത്രി വിജയ് പോലീസുമായി സംസാരിച്ചെങ്കിലും അനുമതി നിഷേധിച്ചു. അറസ്റ്റിന് വിവിധ കോണുകളിൽ നിന്ന് മുറവിളി ഉയരുന്നതിനിടെ കനത്ത സുരക്ഷയിൽ ചെന്നൈയിലെ വീട്ടിൽ തന്നെ തുടരുകയാണ് വിജയ്. വിജയ്ക്കും DMK സർക്കാരിനും ഇന്നത്തെ ദിവസം നിർണായകമാണ്. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് TVK നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പോലീസിന്റെ അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണവും തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 2:15 ഹർജി പരിഗണിക്കുന്നത്. ദുരന്തത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അത് പുറത്തുകൊണ്ടുവരാൻ CBIയോ കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമോ വേണമെന്നാണ് TVKയുടെ ആവശ്യം. ദുരന്തം സംബന്ധിച്ച പ്രധാന തെളിവായ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള നടപടിയും കോടതി എടുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. TVKയുടെ റാലികൾക്ക് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരൂർ സ്വദേശി നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംഭവം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് TVK ഹർജി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണവും പുരോഗമിക്കുകയാണ്. വിജയ്ക്കെതിരെ കേസെടുക്കുമോ എന്നുള്ള കാര്യത്തിലും കോടതി പരാമർശങ്ങൾ നിർണായകമാകും. ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കുക എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വിജയുടെ വീടിന് മുന്നിൽ തന്നെ കടുത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. Subscribe to One India and never miss an update.